കുറെ നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ജയ് ഗാർഡ്സിനെ തന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞങ്ങൾ കുറെ വീഡിയോസ് അവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ എപ്പോഴും കാണുന്നത് ഇങ്ങനത്തെ ടീമിനെ നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമുണ്ടോ, നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കേണ്ട പൈസ ലാഭിക്കാമല്ലേ, അങ്ങനെയൊക്കെയാണ്. ശരിയാണ്, നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാം, പക്ഷെ അതിന് സമയം വേണം. അതിനുള്ള സാഹചര്യം ഇല്ലാത്തവര്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവര്, ജോലിക്ക് പോകുന്നവര്, പഠിക്കാൻ പോകുന്നവര്, പിന്നെ പലതരം തിരക്കുകളുള്ളവർ, അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ജയ് ഗാർഡ്സിനെ ആവശ്യം വരും. ഞങ്ങൾക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ചെറിയ മുക്കും മൂലയും വരെ അവർ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല, അതിന് അവരെടുക്കുന്ന എഫേർട്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല. ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല, ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണോ സാധനങ്ങൾ ഇരുന്നത് അതാത് സ്ഥലത്ത് അവരത് വീണ്ടും വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ കൈകൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആവും എന്നുള്ളതാണ്. ബെഡ്റൂംസ്, സോഫ, വാഷ്റൂംസ്, കട്ടൻസ്, വാതിലുകൾ, ഇതൊന്നും അല്ലാതെ അടുക്കളയും അവർ നന്നായിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് നമ്മളൊന്ന് എല്ലായിടത്തും നോക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. അപ്പൊ ഇവർ വന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വീട് ഒരു പുതിയ വീട് പോലെ നമുക്ക് തോന്നും. പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് നാട്ടിലെ പൂട്ടിക്കിടക്കുന്ന വീട്ടിലേക്കൊക്കെ ഒന്ന് വരണം, അവിടെ ഫുള്ള് പൊടിയാണ്, വന്നിട്ട് ഇനി ക്ലീൻ ചെയ്യണം, പിന്നെ താമസിക്കണം, സമയമില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ജയ് ഗാർഡ്സ് അടിപൊളിയാട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും നഷ്ടാവില്ല. ഇനി ഡസ്റ്റ് അലർജി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതും പേടിക്കണ്ട. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്കും ഇവരുടെ സർവീസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഓരോ വീടിനും ഓരോ റേറ്റ് ആണ്. അപ്പോൾ വേഗം തന്നെ റിപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കോൾ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.